നമസ്കാരം, എൻ്റെ പേര് ജിതിൻ. യുവചൈതന്യം പ്രസൻസ് ഓണം സ്പ്ലാഷ് 2020 പവർഡ് ബൈ ഭാരതം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ. അപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ്. കഴിഞ്ഞ 8 ദിവസത്തെ പരിപാടികൾ നമ്മളെല്ലാവരും കണ്ടു, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഇനി ഉത്രാട ദിവസത്തിലെ പരിപാടികൾ, ഒരുപാട് പരിപാടികൾ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓരോ പരിപാടിയിലേക്കായിട്ട് കടന്നെല്ലാം. അതിനു മുൻപായിട്ട് ഉത്രാടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന കാര്യം ഉത്രാട പാച്ചിൽ തന്നെയാണ്, അല്ലേ? അതായത് നമ്മൾ തിരുവോണത്തിന് എത്രയൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാലും, എത്ര കാര്യങ്ങൾ ശരിയാക്കി വെച്ചാലും കുറച്ച് ഇത്തിരി ബാക്കിയുണ്ടാവും അപ്പോഴും. പിന്നെ അത് ശരിയാക്കാനുള്ള ഓട്ടമായിരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ ഉത്രാട പാച്ചിൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പണ്ട് കാലത്ത് പാടത്ത് പണിയെടുത്തിരുന്നവർ അല്ലെങ്കിൽ സാധാരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ, അവർക്ക് ശമ്പളം കിട്ടുന്നത് തിരുവോണത്തിൻ്റെ തലേന്ന്, അതായത് ഉത്രാട ദിവസത്തിന് ആയിരിക്കും. അപ്പോൾ ആ പൈസ വെച്ചിട്ട് വേണം അവർക്ക് തിരുവോണത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മാർക്കറ്റിൽ പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഒരുപാട് തിരക്കുകളായി. അതിനെയാണ് പിന്നീട് ഉത്രാടപ്പാച്ചിൽ എന്ന് വിളിച്ചു വന്നത്. കാലം മാറി, പക്ഷേ ഇന്നും ഉത്രാടപ്പാച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വർഷം നമുക്ക് ഉത്രാടപ്പാച്ചിൽ ഇല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് മറ്റൊരു പാച്ചിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം ജീവന് വേണ്ടിയുള്ള പാച്ചിൽ. അപ്പം അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉത്രാട ദിന പരിപാടികളിലേക്ക് കടക്കാം. സിവിൽ ക്രിമിനൽ കേസുകളെല്ലാം വാദിക്കുന്ന ഒരു വക്കീൽ ഒരു സുപ്രഭാതത്തിൽ വക്കീൽ പണിയെല്ലാം വിട്ടിട്ട് നർത്തകിയായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മുടെ സൗമ്യ ബാലഗോപാലിനെ പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി മറ്റാരുമല്ല, ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് സൗമ്യ ബാലഗോപാൽ. സൗമ്യ ബാലഗോപാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷണങ്ങളുടെ ഉടമയാണ്. നർത്തകി, നൃത്താധ്യാപിക, നാട്യകല എന്ന നൃത്തവിദ്യാലയത്തിൻ്റെ ഉടമ, അങ്ങനെ ഒരുപാട്. 3-ാമത്തെ വയസ്സിൽ RLV ഗീതാ വർമ്മയിൽ നിന്നും ഭരതനാട്യത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, പിന്നീട് RLV ദേവിയിൽ നിന്നും ഉപരിപഠനം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ നൃത്തരൂപങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുകയും 13 വർഷം കഥകളി അഭ്യസിക്കുകയും ചെയ്തു. കൂടാതെ ദൂരദർശൻ്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റ് മോഹിനിയാട്ടത്തിലും അതുപോലെ ഭരതനാട്യത്തിൽ B ഗ്രേഡ് ആർട്ടിസ്റ്റുമാണ് സൗമ്യ ബാലഗോപാൽ. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി 2 ഇനങ്ങളാണ് സൗമ്യ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് മോഹിനിയാട്ടത്തിൽ ശ്രീ ഗണപതി സ്തുതി, താളം ആദി തിലങ്കരാഗത്തിൽ. രണ്ടാമത്തേത് ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ എന്ന ഗാനം മോഹിനിയാട്ട രൂപത്തിൽ. അപ്പോൾ നമുക്ക് ആ പരിപാടി ഒന്ന് കണ്ടു നോക്കിയാലോ?
ആഹാ, സൂപ്പർ. അപ്പം നമുക്കൊക്കെ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആ പെർഫോമൻസ്. താങ്ക് യു സൗമ്യ ചേച്ചി. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു വിശിഷ്ടാതിഥി കൂടിയുണ്ട്. നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ സ്വന്തം ഡ്രമ്മർ അശീഷ് പിഷാരടി. അപ്പോൾ ആളുടെ പരിപാടി നമ്മൾ മുൻ ദിവസത്തിൽ കണ്ടതാണ്. നമുക്ക് അശീഷ് പിഷാരടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം.
അപ്പോൾ അശീഷിനെ പറ്റി പറയുകയാണെങ്കിൽ അശീഷ് ജനിച്ചതും വളർന്നതും എല്ലാം ഭോപ്പാലിലാണ്. 16-ാം വയസ്സ് തൊട്ട് ഗിറ്റാർ അഭ്യസിക്കുന്ന അശീഷ് ഒരുപാട് മ്യൂസിക് ബാൻഡുകളിലും ഭാഗമായിരുന്നു. പിന്നീട് 21-ാം വയസ്സിലാണ് പ്രൊഫഷണൽ ഡ്രമ്മറായിട്ട് അശീഷ് മാറുന്നത്. പിന്നെ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അശീഷ് ഇപ്പോൾ ഫുൾ ടൈം മ്യൂസീഷ്യനായി വർക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം കൂടാതെ ഒരു യൂട്യൂബ് ചാനലും കൂടെ അശീഷിനുണ്ട്. ഏകദേശം 4000-ഓളം സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4 ലക്ഷത്തിന് മീതെ വ്യൂസുമുള്ള ഒരു ചാനലാണ് അശീഷിൻ്റേത്. അപ്പോൾ എല്ലാവരും അശീഷിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. അപ്പോൾ അശീഷ് നമ്മുടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അശീഷിനെ വിളിക്കാമല്ലേ? ഓക്കെ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. കയ്യിലെ പൂക്കണ കണ്ണി പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, പൂരാകുന്നിന്റെ പാല പൊളിലെ പൂമ മൂളണ നേരത്ത്. കയ്യിലെ പൂക്കണ കണ്ണി പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, പൂരാകുന്നിന്റെ പാല പൊളിലെ പൂമ മൂളണ നേരത്ത്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട, പോരണ്ട പോരണ്ട. കോരഞ്ചക്കന് പൂതി വന്ന്, കോരഞ്ചക്കന്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് പൂതി വന്ന്. മേലെ കാവിലെ വേല കാണാൻ കോരഞ്ചക്കന് പൂതി വന്ന്, കോരഞ്ചക്കന്റെ കൂടെ പോകാൻ നീലി പെണ്ണിന് പൂതി വന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട, പോരണ്ട പോരണ്ട. പൂതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ്, പിന്നെ കാതില് കൈതോല തിരുകി വെച്ച്. പൂതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ്, പിന്നെ കാതില് കൈതോല തിരുകി വെച്ച്. വല്യ മാലെ മാറിലണിഞ്ഞ് തുള്ളി ചൊപ്പന പെണ്ണ് നടന്ന്, വല്യ മാലെ മാറിലണിഞ്ഞ് തുള്ളി ചൊപ്പന പെണ്ണ് നടന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. നീലി പെണ്ണിനെ തമ്പ്രാൻ കണ്ട്, തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി. ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടുപോയി. നീലി പെണ്ണിനെ തമ്പ്രാൻ കണ്ട്, തമ്പ്രാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി. ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടുപോയി.
എന്താ എൻ്റെ അശീഷേ ഈ പോരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഈ പരിപാടി കാണാൻ പറ്റിയത്. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത്ര നല്ലൊരു പെർഫോമൻസ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചതിന് വളരെയധികം നന്ദി. നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു സംഗീതജ്ഞയാണ് സൗമ്യ നിശാന്ത്. അപ്പോൾ അടുത്തതായിട്ട് സൗമ്യ നിശാന്ത് അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ സെമി ക്ലാസിക്കൽ ഗീതം നമുക്ക് കേൾക്കാം. ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം. തിരുവോണത്തിന് കന്യമാർ കാടാൻ പതിഞ്ഞ പദം പകരും മലയാളം. തിരുവോണത്തിന് കന്യമാർ കാടാൻ പതിഞ്ഞ പദം പകരും മലയാളം. ആതിരരാവിലും കണിക്കുന്ന പൂവിലും കമലദളം വിടർത്തും മലയാളം. ആതിരരാവിലും കണിക്കുന്ന പൂവിലും കമലദളം വിടർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം. ആടിമേഘമൊഴിഞ്ഞു ചിങ്ങ നിലാവു പൂത്തു കാടുതോറും പൂവേ പൊലി പൊലി പാട്ടു കേൾപ്പൂ. ആടിമേഘമൊഴിഞ്ഞു ചിങ്ങ നിലാവു പൂത്തു കാടുതോറും പൂവേ പൊലി പൊലി പാട്ടു കേൾപ്പൂ. ഇളമുളം കാടിൻ്റെ ചുണ്ടിലും തുഞ്ചന്റെ ഈരടിയുണർത്തിയ മലയാളം. കുഞ്ചനിൽ നിന്നുതിർന്ന കച്ചമണിക്കിലുക്കം നെഞ്ചേറ്റി തുള്ളിയ മലയാളം. കുഞ്ചനിൽ നിന്നുതിർന്ന കച്ചമണിക്കിലുക്കം നെഞ്ചേറ്റി തുള്ളിയ മലയാളം. ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണർത്തും മലയാളം. ശ്രീരാഗാർദ്രം മലയാളം. താങ്ക് യു സൗമ്യ നിശാന്ത്. എന്നത്തെയും പോലെ അതിമനോഹരമായിട്ട് പാടി. അപ്പോൾ സൗമ്യ നിശാന്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ഇനി നമുക്ക് ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി ജയദീപ് ആർ പിഷാരടിയുടെ ഒരു പാട്ട് കേട്ടാലോ. ജയദീപേ. ആ
ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാതെ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ പൂന്തെന്നലേ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ പൂന്തെന്നലേ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ ഏകാകിനി അവൾ വാതിൽ തുറന്നുവോ എന്തെങ്കിലും പറഞ്ഞുവോ എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാതെ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മോഹമെല്ലാം മാരോടു ചേർത്തുമെല്ലേ നോതിടും കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മോഹമെല്ലാം മാരോടു ചേർത്തുമെല്ലേ നോതിടും നീയില്ല എങ്കിലെൻ ജന്മമില്ലെന്നു ഞാൻ കാതോരമായി മൊഴിഞ്ഞിടും ആലിംഗനങ്ങൾ കൊണ്ടുമേ മൂടിടും ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി അസ്സലായിട്ടുണ്ട് ജയദീപ്. ഇനി നമുക്ക് ദേവിക ഹരികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു ഭരതനാട്യം കണ്ടു നോക്കിയാലോ? गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि
एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्म सदाराध्याय गुरुपुत्र परित्रात्रे गुरुपाखण्ड खण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि അടിപൊളി, സൂപ്പർ ദേവിക, അസലായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു പാട്ടാണ്. കാണുമ്പോൾ പറയാമോ, കരളിലെ അനുരാഗവുമായിട്ട് വരുന്നു നമ്മുടെ ആതിര ആർ പിഷാരടി. നമുക്ക് കണ്ടു നോക്കാം. തുമ്പച്ചോട്ടിൽ നീലാകാശം മയിൽ പീലി നീട്ടുമ്പോൾ
മന്ദാരത്തിൻ ഓ ചില്ലത്തുമ്പിൽ ഒരു പൂച്ചിരിക്കുമ്പോൾ കളിവാക്കു കേട്ടില്ല മറുവാക്കു ചൊല്ലില്ല തിരയോടിനിൽക്കും മോഹം നെഞ്ചിൽ മഞ്ചാടിയായി കാത്തു കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയും കാത്തു. തുമ്പിപ്പെണ്ണിൻ ഓ മോഹവേശം കളിയാടി നിൽക്കുമ്പോൾ കണ്ടാലൊന്നും ഓ മിണ്ടാനോടും കിളിപാട്ടു മൂളുമ്പോൾ ഒരു നോക്കു കണ്ടിടാൻ മിഴി പൂത്തി നിന്നിടാൻ കൊതിയോടെ കാക്കും നേരം നാളം ചങ്ങാതിയായി കാത്തു കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാത്തു. പ്രിയമാനസം ചൊല്ലും മൊഴികാതിൽ നീ ചൊല്ലും എൻ്റെ തരിവളകൾ പൊട്ടിച്ചിരിയുണർത്തും പുഴക്കണ്ണാടി നോക്കും കാത്തു കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാത്തു. ഓ സൂപ്പർ, താങ്ക് യു ആതിര. നമ്മളൊക്കെ അങ്ങ് ലയിച്ചങ്ങിരുന്നു പോയി, അത്ര നന്നായിട്ട് ആതിര ആ പാട്ട് പാടി. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ എറണാകുളത്തു നിന്നും ശ്രീലക്ഷ്മി എസ് പിഷാരടി ആണ് അവതരിപ്പിക്കുന്നത്. എന്താ പരിപാടി എന്ന് ഞാനായിട്ട് പറയുന്നില്ല, ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്നത് കാണാം. मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मस्ती जैस मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मस्ती जैस ഞാൻ ജാക്സൺ അല്ലടാ ന്യൂട്ടൺ അല്ലടാ ജോക്കർ അല്ലടാ മൂൺ വാക്കുമില്ലടാ സ്റ്റാറുമല്ലടാ ഒന്നുമല്ലടാ എന്നാലും നാട്ടാരെ എന്നാട്ടിൽ ഞാൻ രാജാ മത്താരെ കിക്കാനെ മച്ചാനെ ഈ പാട്ടിന് ഡാൻസ് കളി
मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे हो गई रात मन भूलो बदी बात प्रेमनिया मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा सोगाड़ा तारा छबीला तारा रंगीला तारा रंग वेद जुए तारी बात सोगाड़ा तारा ओए छबीला तारा ओए रंगीला तारा रंग वेद जुए तारी बात रे താങ്ക് യു ശ്രീലക്ഷ്മി. ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു ക്ലാസിക്കൽ സോങ് ആയാലോ. ഒരു ശാസ്ത്രീയ സംഗീതവുമായിട്ട് വരുന്നു നമ്മുടെ എല്ലാവരുടെയും അരുന്ധതി കൃഷ്ണ. രാമ 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 സീത രാമായണിരു 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 അമരപതിയ ദിവ്യനാമ അങ്കുമുദഗതോ രാമ 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 സീത രാമായണിരു അമരപതിയ ദിവ്യനാമ അങ്കുമുദഗതോ രാമ 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 സീത രാമായണിരു ಬರದಿಯ ಮನ ಭಟ್ಟರು ಬಂದು ತೊರಡಿರಂದು ಮೆಟ್ಟಿ ತುಳಿದು ಬರದಿಯ ಮನ ಭಟ್ಟರು ಬಂದು ತೊರಡಿರಂದು ಮೆಟ್ಟಿ ತುಳಿದು ಕೊರಳಿಗಾತ್ಮ ಸೇರಿದಾಗ ಕೊರಳಿಗಾತ್ಮ ಸೇರಿದಾಗ ಹರಿಯ ಧ್ಯಾನ ಮೊತ್ತಗತೋ ರಾಮ 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 ಸೀತ ರಾಮಾಯಣಿರು ಅಮರಪದಿಯ ದಿವ್ಯನಾಮ ಅಂಗುಮುದಗದೋ ರಾಮ 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 ಸೀತ ರಾಮಾಯಣಿರು ಕೆಟ್ಟ ಜನ್ಮದಲ್ಲಿ ಹುಟ್ಟಿ ದುಷ್ಟ ಕರ್ಮ ಮಾಡಿದೆ ಕೆಟ್ಟ ಜನ್ಮದಲ್ಲಿ ಹುಟ್ಟಿ ದುಷ್ಟ ಕರ್ಮ ಮಾಡಿದೆ ಬಿಟ್ಟು ಹೋಗು
बाग पुरंदर विठ्ठलन नाम ओदकतो मिट्टु होगु बाग पुरंदर विठ्ठलन नाम ओदकतो ओ राम 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 सीता राम अमरपति दिव्य नाम अंगुमुदगदो राम 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 सीता रामा താങ്ക്സ് അരുന്ധതി, വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസിക്കൽ സോങ് കഴിഞ്ഞു, ഇനി ഒരു ക്ലാസിക്കൽ ഡാൻസ് കണ്ടു നോക്കിയാലോ. കാരൂർ പിഷാരത്തു നിന്നും നവ്യ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി പെർഫോമൻസ്. നവ്യ അതിമനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ നവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പരിപാടിയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ പരിപാടിയായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം അശീഷ് പിഷാരടി.
അടിപൊളി ആശീഷ്. എല്ലാ പരിപാടിയും പോലെ ഈ പരിപാടിയും അതിഗംഭീരമായി. ആശീഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഭാവിയിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഉത്രാട ദിനം കഴിഞ്ഞു. ഇനി നാളെ തിരുവോണ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ തിരുവോണത്തിന് എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ ബൈ.